സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയുന്ന സംഘടനയാണ് സമസ്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്തയെന്നും വെളിച്ചം നൽകാൻ കഴിയാത്ത സംഘടനകൾക്ക് നിലനിൽപ്പില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറാക്കിയ സമസ്ത ചരിത്രം കോൺഫ്ലുവൻസ് കോഫി ടേബിൾ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതികരണത്തിലേക്ക്. സമസ്ത 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. വെളിച്ചം പകരുന്നവരെ മാത്രമേ ഏതൊരാശയവും സ്വീകാര്യമാകുന്നുള്ളൂ. അത്തരത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ചിലതെങ്കിലും അപ്രസക്തമായത്. ഏതായാലും സമസ്ത അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് അതിൻ്റെ വളർച്ചയും വികാസവും നിലനിൽക്കും. 14 ഭാഗങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ സമസ്തക്കുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക കൂടിയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുള്ളവയുമുണ്ട്, വിയോജിപ്പുള്ളവയുമുണ്ട്. എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കാരണം ഇന്നത്തെ പ്രതികരണം ഉണ്ടായിരുന്നു. കാരണം ഈ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ ഈ സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ മുഖവാരിക രംഗത്തുള്ള സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടം കൂടി നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. കമലേഷ്, അതിന് തീർച്ചയായും സംസ്ഥാന സർക്കാരിനോട് അല്ലെങ്കിൽ ഇടത് പക്ഷത്തോട് എന്നും ചേർന്ന് നിന്ന് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ് സമസ്ത. സ്വാഭാവികമായും സംസ്ഥ 100 വർഷം പിന്നിടുന്ന, അതായത് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് സംസ്ഥയെക്കുറിച്ച്, സംസ്ഥയുടെ ചരിത്രം വിശദമാക്കിക്കൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം പുറത്തിറക്കുന്നത്. അതിന്റെ പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സമസ്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കലർന്നൊഴുകുന്ന ഒരു പ്രസ്ഥാനമാണ്. അത്തരത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഒരു പ്രസ്ഥാനമാണ്. അത്തരത്തിൽ സമൂഹത്തിന് ആശയപരമായ വെളിച്ചം നൽകാൻ കഴിയാത്ത പ്രസ്ഥാനങ്ങൾക്കൊക്കെയാണ് അല്ലെങ്കിൽ സംഘടനകൾക്കൊക്കെയാണ് നിലനിൽപ്പില്ലാതെ പോയിട്ടുള്ളത്. ആ നിലയിലല്ല സമസ്ത അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് വളരെ കൃത്യമായി ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പല കാലങ്ങളിൽ പല വിഷയങ്ങളെ ഉദ്ധരിച്ച് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പലതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലതിനോട് യോജിക്കാനും ചിലതിനോട് വിയോജിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വിയോജിപ്പ് ആ നിലയിൽ തന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് വലിയ പ്രത്യേകത എന്നുള്ളതാണ് പറയുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അത്തരത്തിൽ വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോഴാണ് സമസ്ത വ്യത്യസ്തമാകുന്നത് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തിരുത്തേണ്ടത് തിരുത്തി തന്നെ, മുൻകാലങ്ങളിലേതുപോലെ തന്നെ തിരുത്തേണ്ടത് തിരുത്തി സമസ്ത മുന്നോട്ട് പോകണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമസ്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സമസ്തയുടെ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സമസ്തയെക്കുറിച്ചും സമസ്തയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കാരും ഇതുവരെയും ഒരു തരത്തിലും സമസ്തയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല. ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ തന്നെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ആതിര. ശരി, വ്യക്തമാണ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.